അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിലിന്റെ 43ാമത് സമ്മേളനം ആരംഭിച്ചു. സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് GCCയിലും അറബ് രാജ്യങ്ങളിലും ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ കുവൈറ്റ് ശക്തമായി അപലപിച്ചു. ഇറാനിയൻ ആക്രമണങ്ങളുടെയും അറബ് രാജ്യങ്ങളിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതിനെയും സംയുക്ത അറബ് പ്രഖ്യാപനം ശക്തമായി അപലപിച്ചു. നിലവിലെ സെഷന്റെ അധ്യക്ഷ സ്ഥാനം കുവൈറ്റ് റിപ്പബ്ലിക് ഓഫ് ലെബനാന് കൈമാറി. നിലവിലെ സാഹചര്യത്തിന്റെയും മേഖല നേരിടുന്ന വെല്ലുവിളികളുടെയും വെളിച്ചത്തിൽ അറബ് ആഭ്യന്തരമന്ത്രിമാരുടെയും കൗൺസിലിന്റെ 43ാമത് സെഷൻ ഇന്നലെ ഏപ്രിൽ 1 ബുധനാഴ്ച വീഡിയോ കോൺഫറൻസ് വഴി സഹോദര അറബ് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ പങ്കാളിത്തത്തോടെ വിളിച്ചു ചേർത്തു. പ്രധാന പ്രവർത്തന സെഷന്റെ തുടക്കത്തിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൗൺസിലിന്റെ 42ാമത് സെഷന്റെ ചെയർമാനുമായ ഷെയ്ഖ് ഫാദ് യൂസഫ് സൗദ് അൽ സബ നടത്തിയ പ്രസംഗത്തിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുടെയും കിരീടാവകാശി ഷെയ്ഖ് സബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുടെയും സഹോദര അറബ് ജനതയ്ക്ക് സുരക്ഷ കൈവരിക്കുന്നതിൽ സെഷന്റെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായ ആശംസകളും അറിയിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കും മറ്റ് ചില സഹോദര അറബ് രാജ്യങ്ങൾക്കും നേരെയുള്ള ക്രൂരമായ ഇറാനിയൻ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് മിലീഷ്യകളും തീവ്രവാദ സംഘടനകളും ശത്രുതാപരമായ ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് തടയാൻ അറബ് അന്താരാഷ്ട്ര ശ്രമങ്ങൾ തീവ്രമാക്കണമെന്ന് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. തീവ്രവാദ റിക്രൂട്ട്മെന്റിനായി സൈബർ സ്പേസ് ചൂഷണം ചെയ്യുന്നതിനെതിരെയും ഹിസ് എക്സലൻസി മുന്നറിയിപ്പ് നൽകി. അതേസമയം മയക്കുമരുന്ന് വിപത്തിന്റെ അപകടങ്ങളെയും അതിന്റെ വരുമാനം തീവ്രവാദത്തിനും സായുധ സേനകൾക്കും ധനസഹായം നൽകുന്നതിനും തമ്മിലുള്ള ബന്ധത്തെയും ഊന്നിപ്പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.